يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അളവറ്റ ദയാപരനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിന് പരമാവധി ജീവിതത്തിലുടനീളം പാലിച്ചു കൊള്ളണമെന്നുള്ള വസൂയ്യത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസൂയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു മനുഷ്യൻ്റെ ജീവിതം പോലെ ഉറപ്പായ ഒരു കാര്യമാണ് മരണം. ആ മരണത്തിന് ശേഷം പുനർജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളാണ് നാം എല്ലാവരും. മരണത്തിന് ശേഷവും പുലർനാൾ ഖിയാമത്ത് നാളിൻ്റെയും ഇടയിലുള്ള ഒരു ജീവിതമാണ് ബർസഖ്. ആ ബർസഖ് ജീവിതത്തിലാണ് മരണത്തിന് ശേഷം ഓരോ മനുഷ്യരും, അത് മുസ്ലിമാകട്ടെ അല്ലാത്തവരാകട്ടെ, ഖിയാമത്ത് നാൾ വരെയുമുള്ള ഒരു മറയാണ് ബർസഖ്. അവിടെയാണ് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം ആരംഭിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ, അതിലെ 101 ആയത്തുകളാണ് അതിൻ്റെ തെളിവ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അഥൂൻ, അവരുടെ പിന്നിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസം വരെ ഒരു മറയുണ്ട്, ബർസഖ്. ഫഇദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസ്വാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ, അന്ന് അവർക്കിടയിൽ പരസ്പരം കുടുംബബന്ധമുണ്ടാവുകയില്ല, സ്നേഹബന്ധമോ മറ്റുള്ളതൊന്നും പരിഗണിക്കപ്പെടാത്ത ഒരു ദിവസമാണ് ആ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസം. പരസ്പരം അന്വേഷിക്കുന്നു പോലുമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ. വലാ യതസാഅലൂൻ, പരസ്പരം അന്വേഷിക്കുകയില്ല. ഇത് ഉമ്മയാണ്, വാപ്പയാണ്, മക്കളാണ്, വേണ്ടപ്പെട്ടവരാണ്, അങ്ങനെ ഒരു പരിഗണനയോ ഒരു ചോദ്യമോ അന്നാളിൽ ഉണ്ടാവുകയില്ല. അന്നാളിലെ പ്രത്യേകത ഫമൻ സഖലത മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, നന്മയുടെ തുലാസ് എവിടെയാണോ ആർക്കാണോ കനം തൂങ്ങുന്നത് അവർ വിജയികളാണ്. വമൻ ഖഫ്ഫത മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ, തിന്മയുടെ തുലാസ് ആർക്കാണോ കനം തൂങ്ങുന്നത് പരാജയപ്പെട്ടു, സ്വന്തം പരാജയപ്പെടുകയും ശാശ്വതമായ നരകത്തിന്റെ അവകാശികളായി മാറുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ. അതിനു മുമ്പുള്ള ഒരു ജീവിതമാണ് ബർസഖ്, ആ ഒരു മറ. ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ മരിച്ചവരുടെ ഒക്കെ അവസ്ഥ അതാണ്. അമ്പിയാക്കന്മാരുടെ, സ്വാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ, സച്ചരിതരുടെ, സാത്വികന്മാരുടെ എല്ലാവരുടെയും അവസ്ഥ ബർസഖിയായ ഒരു ലോകത്താണ്. മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് ഖബർ ജീവിതം. ആ ഖബറിലെ ആദ്യ അനുഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മറമാടിയതിന് ശേഷം ജനങ്ങളെല്ലാം ആ ഖബറിൽ നിന്നും പിരിഞ്ഞു പോവുകയാണ്. അപ്പോഴേക്കും 2 മലക്കുകൾ വന്നുകൊണ്ട് ചോദ്യം ചോദിക്കുന്നത് സ്വഹീഹ് സുനൻ തുർമുദിയിൽ നാം ഇപ്രകാരം പഠിക്കുകയാണ്, വായിക്കുകയാണ്. മലക്കുകളിൽ ഒരാൾ ചോദിക്കുന്നത് മാ കുന്ത തഖൂലു ഫീ ഹാദ റജുൽ, ഈ മനുഷ്യനാരാണ്? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് മലക്കുകളുടെ ചോദ്യം. ആരാണ് ഈ മനുഷ്യൻ? സത്യവിശ്വാസി പറയുന്നതാണ് ഹുവ അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. മലക്കുകൾ പറയുന്ന മറുപടി ഞങ്ങൾക്കറിയാം, നീ ഇത് പറയുമെന്ന് ഞങ്ങൾക്കറിയാം. നീ കാരണം ദുനിയാവിൽ ആ പ്രവാചകനെ അനുധാവനം ചെയ്തുകൊണ്ടാണ് നീ ജീവിച്ചത്. പിന്നീട് മലക്കുകൾ അവരോട് പറയുമെന്നാണ്, ഖബറിനോട് പറയുമെന്നാണ്, 70 മുഴം നീളവും വീതിയുമായി ഖബർ വിശാലമാകുമെന്നാണ്. അവിടെ പ്രകാശ കിരണങ്ങൾ കൊണ്ട് അല്ലാഹു തആല ആ ഇരുണ്ട ഖബറിനെ സംവിധാനിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് ആ മനുഷ്യനോട് പറയുമെന്നാണ്, മയ്യിത്തായി കിടക്കുന്ന അല്ലാഹു തആല ജീവനിട്ട് കൊടുക്കുന്ന ആ മനുഷ്യനോട് മലക്കുകൾ പറയുമെന്നാണ്, നൗ, ഉറങ്ങിക്കൊള്ളുക,
ആ മനുഷ്യൻ മലക്കുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അർജിഉ ഇലാ അഹ്ലി ഫഅഖ്ബറഹും, സന്തോഷത്തോടുകൂടിയുള്ള എൻ്റെ ഈ ജീവിതത്തെക്കുറിച്ച്, ജീവിച്ചിരിക്കുന്ന എൻ്റെ അഹലുകാരെ ഒന്ന് അറിയിക്കുമോ? നിസ്സഹായരാവുകയാണവർ. അവർക്ക് സ്വപ്നത്തിൽ കൂടിയോ മറ്റോ ഒരു സംവിധാനത്തിൽ കൂടിയോ ബർസഖിയായ ജീവിതത്തിൻ്റെ തുടക്കം നല്ലതാണ് എന്ന് അവരുടെ ജീവിച്ചിരിക്കുന്ന ദുനിയാവിലുള്ള ആർക്കാളെ ഒന്ന് അറിയിക്കുമോ? മലക്കുകളുടെ രണ്ടാമത്തെ മറുപടി, നം കനൗമത്തുൽ അറൂസ്, പുതുമാരൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളുക എന്ന് മലക്കുകൾ അവരോട് പറയുമെന്നാണ്. ഹത്താ യബഅദഹുല്ലാഹു മിൻ മൽജഇഹി യദാലിക്, അല്ലാഹു തആല ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ദിവസം വരെ പുതുമാരനെ പോലെ ഒരു സത്യവിശ്വാസി വിശ്വാസിനിയാണെങ്കിൽ ഉറങ്ങുമെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ ഒരു സത്യവിശ്വാസിയുടെ ഒരു അടയാളമായിട്ടാണ് അല്ലാഹു തആല അവനെ മാറ്റുന്നുവെങ്കിൽ, ഇന്ന അഹദകും ഇദാ മാത ഉറുദ അലൈഹി മഖഅദഹു ബിൽ ഗദാതു വൽ അശിയ്യ്, രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ അനുഭൂതിയുടെ അടയാളങ്ങളും സംവിധാനങ്ങളും അവൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ്. ഇൻ കാന മിൻ അഹ്ലിൽ ജന്നതി ഫമിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ അവകാശിയാണെങ്കിൽ അവൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ്. റബ്ബേ, എന്നാ നിന്റെ ഖിയാമത്ത് നാൾ ഉണ്ടാവുക എന്നവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് മറ്റൊരു ഹദീസിൽ നാം വായിക്കുകയാണ്. ഇനി നരകത്തിന്റെ അവകാശികളാണെങ്കിൽ പറയും, നീ അനുഭവിച്ചു കൊള്ളുക, ഹാദാ മഖഅദുക്, നിന്റെ ഇരിപ്പിടമാണിത്. ഹത്താ യബഅദകല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ സ്വർഗാവകാശികളാണെങ്കിൽ അതിൻ്റെ അനുഭവം കണ്ടുകൊണ്ടും അനുഭൂതികൾ നുകർന്നുകൊണ്ടും അല്ലാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് അവർ ആ ബർസഖിയായ ലോകത്തുണ്ടാകും. നിഷേധിയാണെങ്കിലോ തിന്മയുടെ ആൾരൂപമാണെങ്കിലോ അവൻ നരകത്തിന്റെ അനുഭൂതികൾ അനുഭവിച്ചുകൊണ്ടും ഒരിക്കലും ഖിയാമത്ത് നാൾ ഉണ്ടാകരുതേ എന്നുള്ള ആ ഒരു ആഗ്രഹമായിട്ട് അദ്ദേഹം ബർസഖിയായ ലോകത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണ് വിശ്വാസികളെ, ജീവിതത്തിൽ നിന്നും മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്ന ഓരോ മനുഷ്യന്റെയും പരലോകത്തിലേക്കുള്ള കവാടമാകുന്ന ആദ്യത്തെ ഖബർ. മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗാവകാശികളിൽ മൂന്നാമത്തെയാളാണ്. ഖബറുകൾ കാണുമ്പോഴേക്കും കരയുമെന്ന് സ്വഹാബികൾ നമുക്ക് ചരിത്രം പഠിപ്പിച്ചു തരികയാണ്. വല്ല ഖബറിന് സമീപം എത്തിയാൽ ഭൂമി നനയുവോളം അല്ലാഹുവിന്റെ പ്രവാചകരുടെ ഖലീഫയായ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരയുമെന്നാണ്. ഫഖീല ലഹു, അദ്ദേഹത്തോട് സ്വഹാബികൾ ചോദിക്കുകയാണ്, തുദ്കുറുൽ ജന്നത വന്നാർ ഫലാ തബ്കി, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അങ്ങയോട് പറയുമ്പോൾ കരയാത്ത അങ്ങ് വതബ്കി മിൻ ഹാദാ, ഈ ഖബർ കാണുമ്പോൾ എന്തിനാ കരയുന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും ഞാൻ കേട്ട ഒരു ഹദീസാണ് കരയുവാനുള്ള പ്രചോദനം. ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ, ഖബർ എന്ന് പറയുന്നത് പരലോക ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ കവാടമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഇന്ന ജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു, ആ ആദ്യ കവാടമായ ഖബറിൽ നിന്നും രക്ഷപ്പെട്ടാലോ പിന്നെയെല്ലാം ലളിതമാണ്, എളുപ്പമാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ പിന്നെ പറയുന്നു, വയല്ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻഹു, അവിടം പരാജയപ്പെട്ടാൽ പിന്നെയുള്ളതെല്ലാം കാഠിന്യമായിരിക്കും. എന്നിട്ട് പ്രവാചകരുടെ മൊഴി, മാ റഅയ്തു മുൻളറൻ ഖത്തു ഇല്ലൽ ഖബ്റു അഫ്ളഉ മിൻഹു, ഖബർ പോലെ ഭയാനകരമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല സ്വഹാബാക്കളെ. സ്വർഗം കണ്ടതുപോലെ, നരകം കണ്ടതുപോലെ, ഹിസാബ് കണ്ടതുപോലെ, സ്വർഗത്തിലെ അനുഭൂതികൾ കണ്ടതുപോലെ, നരകത്തിന്റെ ശിക്ഷകൾ കണ്ടതുപോലെ സ്വഹാബാക്കളെ ഖബറിലെ അനുഭവങ്ങളും ഞാൻ കണ്ടു. അല്ലാഹ് കാണിച്ചു തന്നു എനിക്ക്, ഭയാനകരമായ കാഴ്ചയാണത്. ആ ഖബറിലെ ഞെരുക്കത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരൊറ്റ മനുഷ്യനും ആ ഞെരുക്കത്തിൽ നിന്നും രക്ഷപ്പെടുകയില്ല, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഒഴികെ. ആരാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു?
പ്രവാചകരുടെ നിഴലായി ജീവിച്ച സ്വഹാബി വര്യൻ. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം കണ്ടുകൊണ്ട് അർശ് പോലും സന്തോഷിച്ചുവെന്ന് ഹദീസിൽ നാം വായിക്കുകയാണ്. ആ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസക്ക് സാക്ഷ്യം വഹിക്കുവാൻ 70,000 മലക്കുകൾ ഭൂമിയിൽ വന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ്. കോരിത്തരിച്ചുവെന്നാണ് അർശ്. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വശഹിദഹു 70,000 മിനൽ മലായികതി. 70,000 മലക്കുകൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസക്ക് സാക്ഷ്യം വഹിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലൗ കാന അഹദുൻ നാജിയാ, വലൗ കാന അഹദുൻ നാജിയാ മിൻഹാ നജാ മിൻഹാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ആ ഖബറിലെ ഞെരുക്കത്തിൽ നിന്നും ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു എന്ന് പറയുന്നതാരാ? വഹയിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, ഖബറിലെ ജീവിതമാണ് ഈ പറയുന്നത്. അതാരായിരുന്നാലും ആയിരക്കണക്കിന് മലക്കുകൾ സാക്ഷ്യം വഹിച്ച സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് പോലും ആ ഖബറിലെ ഇടുക്കത്തിൽ നിന്നും ഞെരുക്കത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധ്യമല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സ്വഹാബികൾ പൊട്ടിക്കരഞ്ഞു പോയ ഒരു സംഭവം പല ചരിത്രത്തിൽ കാണാം. പല വേളകളിൽ സ്വഹാബികൾ ചരിത്രത്തിൽ നിന്ന് അടയാളപ്പെടുത്തിയ പല സംഭവങ്ങൾക്കും പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാന കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്നകും തുഫ്തനൂന ഫിൽ ഖുബൂർ. മുസ്ലിംകളെ, നിങ്ങൾക്ക് ഖബറിലെ ഫിത്നയുണ്ടാകും, പരീക്ഷണമുണ്ടാകും, അദാബുണ്ടാകും. ഈ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുമ്പോൾ, ആയിഷ റളിയല്ലാഹു അൻഹ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സ്വഹാബികൾ പൊട്ടിക്കരഞ്ഞുവെന്ന് സ്വഹീഹ് മുസ്ലിം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ഹദീസ് കേട്ടതിന് ശേഷം, അഥവാ ഖബറിലെ അദാബ് ഉണ്ട്, ഫിത്നയുണ്ട്, അവിടെ പരീക്ഷണമുണ്ട് എന്നുള്ള ഹദീസ് അല്ലാഹുവിന്റെ വഹയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം വമാ സ്വല്ലാ സ്വലാതൻ ബഅദ ദാലിക് ഇല്ലാ സമിഅതുഹു യതഅവ്വദു മിൻ അദാബിൽ ഖബർ. നമസ്കാരം ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ആ നമസ്കാരത്തിലെ തശഹുദിൽ അദാബ്, ഖബറിലെ അദാബിനെ തൊട്ട് റബ്ബിനോട് തേടിയിട്ടല്ലാതെ. ചില ആധുനിക മുസ്ലിയാക്കന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ഖാദിയാനികളെ പോലെയുള്ള ചില ആൾക്കാർ, വ്യക്തമായി പറഞ്ഞാൽ CH മുസ്തഫയെ പോലെയുള്ള ചില പ്രാസംഗികർ, അദ്ദേഹത്തിൻ്റെയൊക്കെ സ്വതസിദ്ധമായ ശൈലിയിൽ കൂടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഖബറിൽ അദാബോ, ഖബറിൽ ഫിത്നയോ ഖുർആനിൽ തെളിവില്ല, സ്വഹീഹായ ഹദീസിൽ തെളിവില്ല എന്ന് പോലും അതുപോലെയുള്ള സയനിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖത്തീബുമാരാണ്. തെറ്റിദ്ധരിച്ചുകൊണ്ട് മുസ്ലിംകൾ പോലും അതിൽ ആകൃഷ്ടരാവുന്ന ഇന്നിന്റെ കാലഘട്ടത്തിൽ അറിയുക, വിശ്വാസികളെ, നിങ്ങൾക്ക് അദാബുണ്ട് ഖബറിൽ, ഖബറിൽ ഫിത്നയുണ്ട് എന്നുള്ള ഹദീസ് അല്ലാഹുവിൽ നിന്ന് അറിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ നമസ്കാരത്തിലും അല്ലാഹ് ഖബറിലെ അദാബിനെ തൊട്ട് നീ എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രവാചകർ പ്രാർത്ഥിച്ചുകൊണ്ടല്ലാതെ ഒരൊറ്റ നമസ്കാരവും നിർവഹിച്ചിട്ടില്ല എന്ന് പഠിപ്പിക്കുന്നതാരാ? ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ. അതാണ് ഖബർ ജീവിതം. വിശ്വാസികളെ, അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ഖബറുകൾക്കും പല മയ്യത്തുകളെയും മറവ് ചെയ്യുന്നതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. ഫഇദൂ മിസ്ല ഹാദൽ യൗം, ഇതുപോലെ ഒരു ദിവസത്തെ നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുക എന്ന് സ്വഹാബാക്കളോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, സ്വഹാബികളോട് പറഞ്ഞിട്ടുണ്ട്, റബ്ബിനോട് ആ ശിക്ഷയെ തൊട്ട് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് എന്ന ചരിത്രത്തിൽ നാം വായിക്കുകയാണ്. തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി റഹ്മഹുല്ലാ, അദ്ദേഹത്തിന്റെ നല്ലൊരു ഈരടി നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് നാം സാക്ഷിയാണ്. ഖബറിനെ കുറിച്ച് സുന്ദരമായ അദ്ദേഹത്തിന്റെ മൊഴികളിൽ കൂടി നിർഗളിക്കുന്ന ആ കവിതകൾ നാം ഇപ്രകാരം: ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ,
കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാം. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന, റബ്ബേ അതിൽ കിടക്കേണ്ടതാണ് സമാന. സമ്പാദ്യ മുതലിൽ നിന്ന് 3 കുഫാന, അതുമാത്രമല്ലതിലെപ്പോഴും വഹദാന. പൊൻവർണ്ണ കോമള മൃദുരമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ലാ തള്ളലാണത് കൊണ്ട്. ഹദീസുകളൊക്കെ നിർദ്ധാരണം ചെയ്തുകൊണ്ട് തടവ മുഹമ്മദ് കുഞ്ഞ് മൗലവി അദ്ദേഹത്തിന്റെ ഭാഷയിൽ കൂടി എഴുതിയ കവിതകളാണ്. അതാണ് ഖബർ ജീവിതം. വിശ്വാസികളെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞത് അതുകൊണ്ടാണ്. ആഖിറത്തിലേക്ക് ചെന്നെത്തുന്നതിന് മുമ്പായിട്ടുള്ള ആദ്യ കവാടമാണ് ഖബർ. ആ ഖബറിലെ ഞെരുക്കത്തിൽ നിന്നും ഒരാളും രക്ഷപ്പെടുകയില്ല എന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് വിശ്വാസികളോട് പറഞ്ഞത്, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം. പരലോക ചിന്തയുണ്ടാകുവാൻ, മരണചിന്തയുണ്ടാകുവാൻ, അഹങ്കാരം മാറുവാൻ. ആയിഷ റളിയല്ലാഹു അൻഹയോട് കുറെ സ്ത്രീകൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഉമ്മ, കിബ്റാണ് ഞങ്ങൾക്ക്, മനസ്സിൽ ഒരു ലോലതയുണ്ടാകുന്നില്ല, മനസ്സ് ഒന്ന് തണുക്കുന്നില്ല ഉമ്മ, എന്ത് ചെയ്യണം? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സഹോദരിമാരെ, നിങ്ങൾ ഖബറിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക, മരണത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിനെ കുടികൊണ്ട ആ അഹങ്കാരമില്ലാതെയാകും മരണത്തെക്കുറിച്ചും ഖബറുകളെ കുറിച്ചും ചിന്തിച്ചാൽ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ, ഇതാണ് ബർസഖിയായ ജീവിതം എന്ന് പറയുന്നത്. ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞതിന് ശേഷം ആദ്യത്തെ കവാടമായ ബർസഖിയായ ആ ഒരു ലോകം, ആ ലോകത്തിൽ നിന്നും ദുനിയാവിലേക്കുള്ള ഒരു വരവ് ഒരിക്കലും ഇല്ല സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത് അങ്ങനെയാണ്. കൃത്യമായി വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്ന് പല ഹൈന്ദവ വിശ്വാസത്തിന്റെയും പിൻതലമുറക്കാരായി എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുസ്ലിം സമുദായം. കുൻതും ഖൈറ ഉമ്മ, ഉത്തമ സമുദായമാണ് നമ്മുടെ ഉമ്മത്ത്. ഹൈന്ദവ വിശ്വാസത്തിന്റെ അടയാളം എന്താണ്? വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ. നമുക്കറിയുമല്ലോ ആറ്റുകാലമ്മയുടെ പ്രതീകം എന്താണ്? ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടിയാണ് വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ. ആഗ്രഹ സബലീകരണത്തിനായുള്ള തീർത്ഥാടന കേന്ദ്രം. എന്താഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾ വിളിക്കുക അമ്മയെ, ഉടനടി ഉത്തരം നൽകും എന്നുള്ളത് ഹൈന്ദവ വിശ്വാസമാണ്. ഇന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പോലും പാടിക്കൊണ്ടിരിക്കുകയാണ്, ഹാലിറു ഹാലിറു, ഞങ്ങളെ മജ്ലിസിൽ ഹാലിറു. ഷേഖിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 900 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ മുഹ്യിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുള്ളയെ ജനങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സദസ്സിൽ ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, മണവസ്തുക്കളെല്ലാം പുരട്ടിക്കൊണ്ട്, ചാമ്പ്രാണികളെല്ലാം കത്തിച്ചുകൊണ്ട്, അവർ സ്വിച്ചുകളൊക്കെ ലൈറ്റൊക്കെ ഓഫ് ആക്കിക്കൊണ്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്, ഹാലിറു, ഹാജരാകണേ ഷേഖേ, ഞങ്ങളെ മജ്ലിസിൽ ഹാലിറാകണേ. ഹൈന്ദവ വിശ്വാസമാണ്, ഹൈന്ദവ വിശ്വാസമാണ്. കാൽപ്പനിക കഥകൾ കെട്ടിയുണ്ടാക്കുന്ന മുസ്ലിം പുരോഹിതന്മാരുടെ കഥകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കളെ കൊല്ലുവാനായിട്ട് ഷെയ്ഖ് വന്നുപോലും പച്ചക്കുതിരയിൽ, എപ്പോഴും പച്ചയാണ് അവർക്ക്, പച്ചക്കുതിരപ്പുറത്ത് വരികയാണ് ഷെയ്ഖ് അവറുകൾ, വാള് വീശിക്കൊണ്ട് വരികയാണ്, ശത്രുക്കളെ കൊന്നൊടുക്കുകയാണ്. ആരാ കണ്ടത്? അത് കാളിച്ചേച്ച് കണ്ടതാണ്. ആരെ കണ്ടു? ഷെയ്ഖിനെ കണ്ടു. ഹൈന്ദവ വിശ്വാസം പോലെ ഇന്ന് മുസ്ലിം സമുദായത്തിൽ പോലും ഇങ്ങനെയുള്ള വിശ്വാസം പിടികൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വിശ്വാസികളെ നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനോട് കരഞ്ഞ് തേടിക്കൊണ്ട് പ്രാർത്ഥനകൾ അർപ്പിക്കേണ്ട വിശ്വാസി ഏതെങ്കിലും ഖബറിന്റെ അടുക്കൽ പോയിക്കൊണ്ട് അവിടെ മറവാടപ്പെട്ട് കിടക്കുന്ന മഹാനോ മഹദിയോ ആരായിക്കൊള്ളട്ടെ, അവരോട് കരഞ്ഞുകൊണ്ട് സങ്കടങ്ങൾ തേടുകയാണ്. അവരുടെ വിശ്വാസം എന്താണ്? ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാൽ, ഞങ്ങളുടെ സങ്കടങ്ങൾ കേട്ടാൽ ഞങ്ങൾക്ക് വേണ്ടി ഉത്തരം ചെയ്യും, ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരും, ഇല്ലായ്മയിൽ നിന്നും നല്ല ഒരു ജീവിതത്തിലേക്ക് ഇവർ ഞങ്ങളെ കൊണ്ടെത്തിക്കും എന്ന് മരണപ്പെട്ടു പോയവരെ കുറിച്ചുള്ള വികല വിശ്വാസവുമായി മുസ്ലിം സമുദായത്തിൽ കൃത്യമായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ചുറ്റുപാടും. എന്താണ് വിശുദ്ധ ഖുർആൻ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്?
വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിർ 19-ാമത്തെ ആയത്ത് മുതൽ പരിശോധിച്ചു നോക്കുക സഹോദരങ്ങളെ. നമ്മുടെ വിശ്വാസം വിമലീകരിക്കപ്പെട്ടതാകണം. നമ്മുടെ വിശ്വാസം സ്ഫുടം ചെയ്തെടുത്ത വിശ്വാസമായിരിക്കണം. 22 കാരറ്റ് എന്നൊക്കെ പറയുമല്ലോ സ്വർണത്തെക്കുറിച്ച്, അതുപോലെ സ്ഫുടം ചെയ്തെടുത്തതായിരിക്കണം നമ്മുടെ വിശ്വാസം. കറകളഞ്ഞതായിരിക്കണം നമ്മുടെ വിശ്വാസം. തൗഹീദിൽ അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ വിശ്വാസം. ശിർക്കിന്റെ ലാഞ്ചന പോലും നമ്മുടെ വിശ്വാസത്തിൽ കടന്നുകൂടുവാൻ പാടില്ല വിശ്വാസികളെ. നോക്കൂ, വമാ യസ്തവിൽ അഅ്മാ വൽ ബസീർ, ബുദ്ധിയുള്ളവരെ ചിന്തിക്കൂ. അല്ലാഹു പറയുകയാണ്, ചിന്തിക്കുവാൻ പറയുകയാണ്. അന്ധനും കാഴ്ചയുള്ളവനും സമമാകുമോ? കണ്ണിന്റെ കാഴ്ചയുള്ളവനും നഷ്ടപ്പെട്ടവനും സമമാകുമോ? വലദ്ദുലുമാതു വലന്നൂർ, ഇരുട്ടും പ്രകാശവും സമമാകുമോ? വലദ്ദുല്ലു വലൽ ഹറൂർ, തണലും വെയിലും സമമാകുമോ? എന്നിട്ട് അല്ലാഹുവിന്റെ ചോദ്യം മൂന്നും കൃത്യമാണ് മറുപടി. ഇല്ല, ഇല്ല, ഇല്ല. തണലും വെയിലും സമമാവുകയില്ല. കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും സമമാവുകയില്ല. ഇരുളും വെളിച്ചവും സമമാവുകയില്ല. നാലാമത്തെ റബ്ബിന്റെ ചോദ്യം വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്, ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും സമമാകുമോ? ആദ്യ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയവരാണ് നാം. ഇല്ല, ഇല്ല, ഇല്ല എന്ന് പറയുന്നവർ ഈ 4ാമത്തെ ചോദ്യത്തിന് അവർ പറയുകയാണ് സമമാണ്. ഒരു വേള ജീവിച്ചിരിക്കുന്നതിനേക്കാളും മരിച്ചതിന് ശേഷമാണ് വീര്യം കൂടുക. ശക്തി കൂടുന്നത് മരിച്ചതിന് ശേഷമാണ്. അല്ലാഹു പറയുന്നു ഇല്ല, സമമല്ല. ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു കേൾപ്പിക്കും. വമാ അൻത ബിമുസ്മിഉൻ മൻ ഫിൽ ഖുബൂർ, പ്രവാചകരെ നിനക്ക് ഖബറിലുള്ളവരെ കേൾപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ കൂടി പറയുമ്പോൾ ഇവരെന്തായി പറയുന്നത്? അല്ല, ഖബറിലുള്ളവർ കേൾക്കും. പ്രവാചകരെ താങ്കൾക്ക് കേൾപ്പിക്കുവാൻ കഴിയുകയില്ല. ഇവര് പറയുന്നതോ അല്ല, കേൾക്കും. കേൾക്കും, പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നമുക്ക് ഉത്തരം ചെയ്യും. ആര് പഠിപ്പിച്ച വിശ്വാസമാണ്? ഒരിക്കലും അല്ലാഹുവോ അല്ലാഹുവിന്റെ റസൂലോ വിശുദ്ധ ഖുർആനോ പഠിപ്പിച്ച വിശ്വാസമല്ല എന്ന് നാം മനസ്സിലാക്കുക വിശ്വാസികളെ. ബർസഖിയായ ജീവിതമാണ് ആരായിരുന്നാലും, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നാലും, വഫാത്തിന് ശേഷമുള്ള ആ മറ ബർസഖിയായ ആ ഒരു ലോകത്താണ്. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ചില അടയാളങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ചില ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ശത്രുക്കൾ വധിച്ചു കളഞ്ഞ സ്വാഹിബ് യാസീൻ എന്നും ഹബീബുൻ നജ്ജാർ എന്നും വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറത്തു യാസീൻ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ ചരിത്രം മനസ്സിലാകുകയാണ്. സത്യവിശ്വാസിയായിരുന്നു ആ ഹബീബുൻ നജ്ജാർ, ധീരനായിരുന്നു ആ സ്വാഹിബ് യാസീൻ. അവിടെയുള്ളവരോട് പറഞ്ഞു, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണേ. തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ വധിച്ചു കളഞ്ഞു ആ സ്വാഹിബുൻ നജ്ജാറിനെ, ആ ഹബീബുൻ നജ്ജാറിനെ ഗളച്ഛേദം ചെയ്ത് കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ ആത്മകഥം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല പറയുകയാണ്, ഖീല ദഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കുകയാണ് ആ മനുഷ്യനെ. സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ആ മനുഷ്യന്റെ ആത്മഗതം, മനോഗതം വിശുദ്ധ ഖുർആൻ യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ സമുദായം ഒന്നറിഞ്ഞിരുന്നുവെങ്കിൽ. ഞാൻ തിന്മയുടെ വാഹകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ കൊന്നുകളഞ്ഞത്. ഇല്ല, ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, അല്ലാഹ് എന്നെ ആദരിച്ചു എന്ന്, എൻ്റെ പാപങ്ങളെല്ലാം പുറത്തു എന്ന് എൻ്റെ സമൂഹം, എൻ്റെ ജനത ഒന്നറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആ ഹബീബുൻ നജ്ജാർ ആത്മഗതം, ആ സ്വാഹിബ് യാസീന്റെ മനോഗതം, എൻ്റെ മനുഷ്യർ, എൻ്റെ സമൂഹം ഒന്നറിഞ്ഞിരുന്നുവെങ്കിൽ. നോക്കൂ, മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 30 ദിവസമാണ് ഒരു ഗോത്രത്തിനെതിരെ ദുആ ചെയ്യുന്നത്. എല്ലാ നമസ്കാരങ്ങളിലും നാസിലത്തിന്റെ ഖുനൂത്ത് ഓതുകയാണ്. സ്വഹാബികളെ വധിച്ചു കളഞ്ഞു ആ സമൂഹം, ഒരുപാട് സ്വഹാബികളെ വധിച്ചു കളഞ്ഞു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ വേദനയുണ്ടാക്കിയ സംഭവം. ആ സംഭവം മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്.
അള്ളാഹുവിൻ്റെ അടുക്കൽ അവരെത്തി. ആ ശുഹദാക്കൾ അവിടെ എത്തി. അപ്പോൾ അവരുടെ ആത്മഗതം, അവരുടെ മാനസികാവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഇതെന്തിനാ പറയുന്നത് വിശ്വാസികളെ? ഈ ലോകത്ത് നിന്നും യാത്ര പറഞ്ഞു ബർസഖിയായ ഒരു ലോകത്തെത്തിയാൽ പിന്നീട് ദുനിയാവിലേക്കുള്ള ഒരു തിരിച്ചുവരവില്ല. ആഗ്രഹമുണ്ടാകും ചിലർക്ക്. നോക്കൂ, ആ ശുഹദാക്കൾ പറയുകയാണ്, അംബല്ലിഗൂ ഖൗമനാ അൻ ഖദ് ലഖീനാ റബ്ബനാ ഫറളിയ അന്നാ വറളീനാ അൻഹു. ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾ കണ്ടിരിക്കുകയാണ്, റബ്ബിനെ ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അള്ളാഹു ഞങ്ങളെക്കുറിച്ച് അള്ളാഹും സംതൃപ്തരാണ്. ഈ ഒരു കാര്യം ഞങ്ങളെ സമൂഹം ഒന്നറിഞ്ഞിരുന്നുവെങ്കിൽ, ഈ കാര്യം ഞങ്ങളുടെ സമൂഹത്തെ ഒന്ന് എത്തിച്ചിരുന്നുവെങ്കിൽ, അവരൊന്ന് പഠിച്ചിരുന്നുവെങ്കിൽ, അവരൊന്ന് ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ആ ശുഹദാക്കളുടെ മനോഗതം മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വഹയിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകർ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സ്വർഗത്തിൽ എത്തിയവർക്ക് ദുനിയാവിലുള്ളവരോട് ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യം എത്തിച്ചു കൊടുക്കുവാൻ, ഒന്ന് നേരിട്ട് അറിയിച്ചു കൊടുക്കുവാൻ സ്വപ്നത്തിലോ മറ്റോ അതിന് പോലും സാധ്യമാകുന്നില്ല എന്നാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പരലോകത്തെത്തിയാൽ നന്മ ലഭിക്കുന്ന ഒരാളും തന്നെ ദുനിയാവിലേക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പരലോകത്തെത്തിയാൽ ബർസഖിയായ ലോകത്താണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ നന്മ അവൻ ലഭിച്ചുവെങ്കിൽ, സ്വർഗത്തിൻ്റെ ഇരിപ്പിടമാണ് അവന് ലഭിച്ചുവെങ്കിൽ, ദുനിയാവിലേക്ക് ഒരു തിരിച്ചുവരവ് ഒരിക്കലും അവൻ ആഗ്രഹിക്കുകയില്ല. ഇല്ല ഷഹീദ്, ശുഹദാക്കൾ ഒഴികെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവർ ഒഴികെ ബാക്കി ഒരാളും തന്നെ സ്വർഗത്തിലെ അനുഭൂതികൾ കണ്ടവർ ദുനിയാവിലേക്ക് ഒന്ന് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുകയില്ല. എന്തിനാ ശുഹദാക്കൾ ദുനിയാവിലേക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നത്? ഫഇന്നഹു യതമന്നാ അൻ യർജിഅ ഫയുഖ്തല 10 മർറാത്തിൻ. ദുനിയാവിലേക്ക് വന്നുകൊണ്ട് 10 പ്രാവശ്യം അവർ ദീനിന് വേണ്ടി ഷഹീദാകുവാൻ അവർ ആഗ്രഹിക്കും. കാരണം റഹ്മാനായ റബ്ബ് അവർക്ക് ഒരുക്കി വച്ചിരിക്കുന്ന നന്മകൾ കണ്ടുകൊണ്ട്, ലിമാ യറാ മിനൽ കറാമത്തി, അള്ളാഹു അവർക്ക് ചെയ്ത ബഹുമാനാദരവുകൾ കുറച്ചുകൂടി ഞങ്ങൾക്ക് ലഭിക്കട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട് ഷഹീദുകൾ മാത്രം ദുനിയാവിലേക്ക് വരാൻ ആഗ്രഹിക്കുമെന്നാണ്. പക്ഷെ ആ ആഗ്രഹം പോലും അല്ലാഹു തആല നിറവേറ്റി കൊടുക്കുന്നില്ല. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 169-ാമത്തെ ആയത്ത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. കുറിച്ചു വച്ചോണം വിശ്വാസികൾ, ഈ ആയത്താണ് മരിച്ചുപോയവർ ദുനിയാവിലേക്ക് വരും, അവർ അവരുടെ മുരീദന്മാരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, അവരോട് സങ്കടങ്ങൾ പറഞ്ഞാൽ അവർക്ക് ആ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കും എന്നുള്ള വിശുദ്ധ ഖുർആനിലെ ഈ ഒരായത്ത്. സമാനമായ മറ്റൊരായത്തുമുണ്ട്, സൂറത്തുൽ ബഖറ 154-ാമത്തെ ആയത്ത്. സാരാംശം ഒന്ന് തന്നെ. എന്താണ് ആയത്ത്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ചുപോയവരെ നിങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കരുതേ. അവർക്ക് റബ്ബിൻ്റെ അടുക്കൽ ഉപജീവനമുണ്ട്, അവർക്ക് റബ്ബിൻ്റെ അടുക്കൽ റിസ്ക്കുകളുണ്ട്. ഈ ആയത്തിനെയാണ് എന്ത് ചെയ്യുന്നത്? ഇന്നത്തെ ഈ ആൾക്കാർ അഥവാ മരിച്ചതിന് ശേഷവും ദുനിയാവിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റി തരുവാൻ ഈ ഔലിയാക്കൾക്ക് കഴിയും, ഈ മഹാന്മാർക്ക് കഴിയും എന്ന് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിനെയാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. എങ്കിൽ ഈ ആയത്ത് ആദ്യമായിട്ട് ഇറങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹാബികൾക്ക് പഠിപ്പിച്ചതിന് ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ദീൻ മനസ്സിലാക്കിയ സ്വഹാബികൾ ചിലർ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, അബ്ദുല്ലാ, ഈ ആയത്തിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയുവാനുള്ള അഭിപ്രായം? ഒരു തെറ്റിദ്ധാരണ, ഇതുപോലെയുള്ള മുസ്ലിഹാക്കന്മാർ തെറ്റിദ്ധരിച്ച ചില കാര്യമായിരിക്കാം, അല്ലാഹു അഅലം. ഈ ആയത്ത് കൊണ്ട് എന്താണ് അബ്ദുള്ള ഉദ്ദേശിക്കുന്നത് എന്ന് സ്വഹാബികൾ ചോദിക്കുമ്പോഴേക്കും പറയുക, ഈ ആയത്തിനെ കുറിച്ച് ഞങ്ങൾ അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിച്ചു ക്ലിയർ ചെയ്തു. ഞങ്ങൾ ആദ്യമായിട്ട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലിനോട്,
എന്താണ് പ്രവാചകർ പറഞ്ഞ മറുപടി? സ്വർഗീയ സുഖങ്ങൾ ലഭിക്കുന്ന കുറെ സ്വഹാബികൾ, യുദ്ധത്തിൽ ഷഹീദായ കുറെ പേർ, ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തു, ഒരുപാട് നന്മകൾ അവർക്ക് ചെയ്തു കൊടുത്തു. സ്വർഗത്തിലെ അനുഭൂതികളെല്ലാം നുകർന്നും പകർന്നും അവർ ജീവിക്കുമ്പോൾ റഹ്മാനായ റബ്ബ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൽ തസ്തസീദൂന ശൈഅൻ ഫഅസീദുക്കും, ഇനിയും എന്തെങ്കിലും ധാരാളമായി വല്ലതും വേണമോ? സിയാദയായിട്ട് എന്തെങ്കിലും വേണമോ? നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന ഈ സ്വർഗീയാനുഭവങ്ങൾ, ഈ നിഅമത്തുകൾ, ഇതിനേക്കാളും കുറച്ചുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ചോദിച്ചു കൊള്ളുക. അവർ പറഞ്ഞു, ഇല്ല റബ്ബേ, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. അല്ലാഹു തആല വീണ്ടും ചോദ്യം ആവർത്തിച്ചു, പറ, എന്തെങ്കിലും ഇതിനേക്കാളും കൂടുതൽ ആവശ്യമുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ റബ്ബ് തആല വിടുന്ന ലക്ഷ്യമില്ല, ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചില ശുഹദാക്കൾ ചോദിച്ചു വന്നാണ്, റബ്ബേ, യാ റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഒന്നുകൂടി ഞങ്ങളെ ദുനിയാവിലേക്കൊന്ന് പറഞ്ഞു വിടുമോ? കുടുംബക്കാരെ കാണാനല്ല, വസിയ്യത്ത് ചെയ്യുവാനല്ല, മറ്റുള്ള ഒരൊറ്റ കാര്യവും വേണ്ടിയല്ല, പിന്നെയോ ഒന്നുകൂടി നിന്റെ മാർഗത്തിൽ ഞങ്ങൾ ഷഹീദാകട്ടെയോ, അതിനുവേണ്ടി ഒന്നുകൂടി ദുനിയാവിലേക്ക് പറഞ്ഞു വിടുമോ? ഞങ്ങളുടെ നബിക്ക് ഞങ്ങളുടെ സലാം എത്തിക്കുമോ? ഞങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു, ഞങ്ങളെ അള്ളാഹുവും തൃപ്തിപ്പെട്ടു, ഈ ഒരു കാര്യം ഞങ്ങളെ അറിയിക്കുവാൻ അള്ളാഹ് ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കുമോ? അവരുടെ ആഗ്രഹം പോലും അല്ലാഹു തആല സ്വീകരിക്കുന്നില്ല. അപ്പോഴാണ് വലാ തഹസബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, ദീനിന്റെ മാർഗത്തിൽ ഷഹീദായവരെ കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ പറയരുത്. റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ അവർക്ക് ഉപജീവനമുണ്ട്. അല്ലാതെ ദുനിയാവിൽ വന്നുകൊണ്ട് അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനും വിളിച്ചാൽ വെളിപ്പുറത്ത് ആക്കുവാനുമുള്ള ഒരു ചരിത്രമല്ല വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ നാം മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഈ ദുനിയാവിലെ ജീവിതത്തിന് ശേഷം പരലോകത്തേക്കുള്ള ഒരു ജീവിതത്തിന് മുമ്പായിട്ട് ബർസഖിയായ ആ ഒരു ജീവിതം, ആ ജീവിതത്തിൽ എന്തായിരുന്നു യാഥാർത്ഥ്യം, അവിടെയുള്ള ഒരു ജീവിതം എന്താണ് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാതെ മരിച്ചതിന് ശേഷം എത്ര വലിയ മഹാനായിരുന്നാലും എത്ര വലിയ വലിയായിരുന്നാലും ശുഹദാക്കളായ സ്വഹാബികളുടെ ചരിത്രമാണ് ഈ കേട്ടത്. ഇതിനേക്കാളും മഹാന്മാരൊന്നും അല്ലല്ലോ നമ്മുടെ ചുറ്റുപാടിലുമുള്ള ഏത് മഹാനായിരുന്നാലും മഹദികളായിരുന്നാലും. അവരുടെ ആഗ്രഹം പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിരസിക്കുകയാണ്. ഇല്ല, ഇവിടെ വന്നവർക്കൊരു തിരിച്ചുപോക്ക്, ദുനിയാവിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് ഇല്ല എന്ന് പഠിപ്പിക്കുന്നതാരാ? റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത്. അതുകൊണ്ട് വിശ്വാസികളെ, ജീവിതമെന്ന് പറയുന്നത് ഒരിക്കൽ മാത്രമാണ്. ദുനിയാവിൽ നിന്നും പോയി മറ്റൊരു ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ദുനിയാവിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ഒരിക്കലുമില്ല. അങ്ങനെ മനസ്സിലാക്കിയവരാണ് സ്വഹാബികൾ. നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നുവല്ലോ ഇബ്രാഹിം. 18 മാസമെന്നാണ് ആ മകൻ ജീവിച്ചത്. മരണവാർത്ത കണ്ടുകൊണ്ട് കരയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നു, വഇന്നാ ബിഫിറാഖി യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. ഇബ്രാഹിം, നിന്റെ വേർപാടിൽ ഈ ഉപ്പയ്ക്ക് വല്ലാതെ വേദനയുണ്ട്. കാരണം അള്ളാന്റെ റസൂലിനറിയാം ഇനി ഇബ്രാഹിമിനെ ദുനിയാവിൽ വെച്ചുകൊണ്ട് കാണുവാൻ സാധ്യമാകുന്നില്ല, ആവുകയില്ല എന്ന് പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വേർപാടിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നാം കേട്ടതാണ്. വാളൂരി പിടിച്ചുകൊണ്ട് അദ്ദേഹം ആക്രോശിക്കുന്നത്, എൻ്റെ മുഹമ്മദ് മരിച്ചുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ കൊയ്ത് കളയും. അതാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അതാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം. വഹയി നിലച്ചുപോയി. ഇനി ഒരു തിരിച്ചുവരവ് അല്ലാഹുവിന്റെ റസൂൽ ദുനിയാവിലേക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മഹാനായ സ്വഹാബികളൊക്കെ പൊട്ടിക്കരഞ്ഞത്. മദീന പട്ടണം ഇരുണ്ടായി പോയെന്നാണ് ചരിത്രം പറയുന്നത്.
അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വഫാത്തായത് ഇരുട്ടിലായിക്കൊണ്ടാണ് ഈ മദീനയെ വിട്ടുപോയതെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുമ്പോൾ അവർ മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകരുടെ വിയോഗത്തിന് ശേഷം എന്തെല്ലാം സംഭവങ്ങൾ സ്വഹാബികൾക്ക് ഇടയിൽ. പ്രവാചകരുടെ മയ്യിത്ത് എവിടെ മറവ് ചെയ്യണമെന്ന് പോലും സ്വഹാബികൾ തർക്കിക്കുകയാണ്. ജന്മസ്ഥലമായ മക്കയിൽ കൊണ്ടുപോകണമോ, അതോ ഒരുപാട് പ്രവാചകന്മാരുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോകണമോ, അതോ ഒരുപാട് സ്വഹാബികൾ ജന്നത്തുൽ ബഖീയിൽ മറവ് ചെയ്യണമോ? തർക്കമാണ്. സ്വഹാബികളെ ഒന്ന് ചോദിച്ചൂടെ അള്ളാന്റെ റസൂലിനോട്, റസൂലേ അങ്ങ് കാണുന്നില്ലേ ഞങ്ങളുടെ തർക്ക വിതർക്കങ്ങൾ, ഒന്ന് പറ, ഒന്ന് നാവികത്തെങ്കിലും ഒന്ന് പറ. അങ്ങനെയാണല്ലോ ഇന്ന് പലരും എല്ലാവരും സ്വപ്നം കാണുകയാണ്. അങ്ങനെ ഒരു സ്വപ്നമെങ്കിലും അള്ളാന്റെ റസൂൽ കാണിച്ചു കൊടുത്തോ? നിങ്ങൾ എന്തിനാ തർക്കിക്കുന്നത്? നിങ്ങൾ എന്തിനാ പരസ്പരം വാളോങ്ങുന്നത്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ മറവ് ചെയ്യണം എന്ന് അള്ളാന്റെ റസൂൽ സ്വഹാബികൾക്ക് സ്വപ്നത്തിൽ പോലും കാണിച്ചു കൊടുത്തില്ല. പിന്നെയോ അവർ മനസ്സിലാക്കി അള്ളാഹുവിന്റെ റസൂൽ എവിടെ വച്ചാണ് വഫാത്താകുന്നത് അവിടെ തന്നെ മറവ് ചെയ്യണം. പ്രവാചകരുടെ വഫാത്തിന് ശേഷം സ്വഹാബികൾ വാളെടുത്തില്ലേ പരസ്പരം? ഒന്ന് ചോദിച്ചുകൂടെ മദീനയിൽ ചെന്നുകൊണ്ട്, റസൂലേ എന്താണ് പരിഹാരം? അവർക്കറിയാം, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്രിക്കിക്കും വമാ യുനബ്ബിഉക മിസ്ലു ഖബീർ. അവർക്കറിയാം സൂറത്തുൽ ഫാത്തിറിലെ 13-14 ആയത്തുകൾ. ആ മരിച്ചവർ, അത് അമ്പിയാക്കന്മാരാകട്ടെ, വലിയുകളാകട്ടെ, മഹാന്മാരാകട്ടെ, നിങ്ങൾ അവരോട് സങ്കടം പറഞ്ഞാൽ, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ, സഹായം തേടിയാൽ അവർ കേൾക്കുകയില്ല. ഇനി കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യുകയില്ല. പരലോകത്ത് നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും എന്ന് അവർക്ക് അറിയാവുന്നുള്ളത് കൊണ്ടാണ് മരിച്ചുപോയ പ്രവാചകനായിരുന്നിട്ട് പോലും അവരോട് സങ്കടങ്ങൾ പറയാത്തത്. ഇന്നിൻ്റെ സമൂഹം ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, ഇന്നിൻ്റെ സമൂഹം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഉത്സവങ്ങളും ഇതുപോലെയുള്ള ഈദുകളും അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ പഠിപ്പിച്ചു തന്നതല്ല സഹോദരങ്ങൾ. പ്രവാചകർ പോലും വിലക്കിയതാണ്. എൻ്റെ ഖബറിനെ നീ ഒരു വിഗ്രഹമാക്കല്ലേ, സ്വഹാബാക്കളെ എൻ്റെ ഖബറിനെ നിങ്ങൾ ഒരു ആഘോഷ സ്ഥലമാക്കല്ലേ എന്ന് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്ന വസിയ്യത്താണ്. സമൂഹം എവിടെ ചെവിക്കൊള്ളാൻ? സമൂഹം ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇന്നീ കാണുന്ന വ്യവസായ മാഫിയ പോലെ, കൂണുപോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഖബർ വ്യവസായം അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ ഇവർ ഉൾക്കൊള്ളുന്നില്ല. അവർക്ക് ദുനിയാവിലുള്ള ജീവിതമാണ്, അവർക്ക് ദുനിയാവിൻ്റെ വരുമാനമാണ്. ഇത് നിലച്ചുപോയാൽ പലതും നിലച്ചു പോകും എന്നുള്ള ഒരു ഭയം ശൈത്വാൻ ഇട്ടുകൊടുത്തത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ആ ഒരു വ്യവസായത്തിലേക്ക് ഇന്ന് ജനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. നെല്ലും പതിരും വേറിട്ട് മനസ്സിലാക്കുക. അള്ളാഹു അത്തരം മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബർസഖിയായ ജീവിതമെന്ന് പറയുന്നത് വിശ്വാസികളെ നാം എല്ലാവരും അഭിമുഖീകരിക്കേണ്ടതാണ്. എല്ലാവരും അഭിമുഖീകരിക്കണം. അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ നന്മ ചെയ്തുകൊണ്ടാണ് റബ്ബിനെ കണ്ടുമുട്ടുന്നുവെങ്കിൽ ആ നന്മയുടെ സ്വർഗം കണ്ടുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ആ സുഖാനുഭൂതികൾ നാം അനുഭവിക്കും. തിന്മയാണ് എങ്കിൽ നരകത്തിൻ്റെ വല്ലായ്മ നാം അനുഭവിക്കേണ്ടി വരും. റഹ്മാനായ റബ്ബ് നന്മ കണ്ട് സ്വർഗം കണ്ടുകൊണ്ട് രാവിലെയും വൈകുന്നേരവും സന്തോഷത്തോടുകൂടി ഖിയാമത്ത് നാൾ വരെയും ബർസഖിയായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹുവേ ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞുപോയ ഞങ്ങളുടെ മുൻഗാമികൾക്കും നീ തൗഫീഖ് നൽകണം. അല്ലാഹ്.